അല്ലേ ആളൊന്നും നല്ല ചുള്ളനായിണ്ടല്ലോ. വണ്ടിക്കൊരു ചെറിയ ട്രബിള്. ഇത്തിരി പഞ്ചാര വീട്ടൊരു സോഡാ സർവത്ത് എടുക്കട്ടോ. ഇപ്പൊ വേണ്ട പറയാ. മറിയാമ്മ സാറിന്റെ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്താ? അല്ല, സ്റ്റേഷനില് വീണ്ടും ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് കണ്ട് ചോദിച്ചതാ. എന്തു പറ്റി അങ്കിൾ? അല്ല, വണ്ടിക്കൊരു ചെറിയ ട്രബിള്. ട്രബിളോ? എടാ നീ ഒന്ന് നോക്കിയടാ, ഇപ്പൊ ഭയങ്കര മെക്കാനിക്. ഇവര് നന്നാക്കി തരുമോ മാവാ? നീ സ്റ്റാർട്ട് ആക്കടാ. അങ്ങനല്ല, വണ്ടിക്കൊരു ചെറിയ ട്രബിള്. കൃത്യമായി ഇതിന്റെ മുമ്പിൽ തന്നെ വരുമ്പോ തന്റെ വണ്ടിക്ക് ഒരു ട്രബിളോ? മെക്കാനിക്ക് വല്ലതും ഉണ്ടോന്ന്? ഏത് മെക്കാനിക്? ആരുടെ ഈ വണ്ടി? കുക്കിനൊരു വണ്ടിയോ? ജീപ്പി പോയി ചെയ്യടോ. ചെല്ല. എന്താണ് അവിടെ കാര്യം? അങ്കിളിന്റെ വണ്ടി. അങ്കിളിന്റെ വണ്ടി കോളയിപ്പടാ. ചെല്ല. നിന്റെ കടയിൽ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഉണ്ടില്ലേ? ഒരു പഴം ഇങ്ങോട്ട് എടേ. ആ എലിയമ്മ വാ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എടുത്തു തിന്നുമല്ലോ. നിങ്ങളുടെ കൂടെ പോയില്ലേ? റെഡിയായി. എന്തോ റെഡിയായി? വണ്ടി റെഡിയായി. അതിനിടയ്ക്കങ്ങ് റെഡിയായോ? ആ പവനെ ഉദ്ദേശിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. കയറി വണ്ടിയില്. വണ്ടി വിടാ. ആ അടാ വിട്ടുവെക്കോ. വീട് പിടി. മേലാൽ ഈ ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ചെല്ല. ആ വല്ല സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ചോ. രാവിലെ ആരും ഒന്നും കഴിച്ചതല്ലോ. ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം. വന്നേ. അല്ല സാറേ, ഇതെന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല, പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നുമല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ കളവനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ? എന്താ? അലമാരിയില് പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാ ചിലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കും. അല്ല, ഓഡിറ്ററെ കണ്ടോ? പിന്നെ കാണാണ്ട്. പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചങ്ങ് കേറി. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്യും. അതേതായാലും നന്നായി. അച്ഛനകത്തേക്ക് ടയർഡായിട്ട് വരികയല്ലേ? നമുക്കിനി കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛൻ ഇനി എ സിയിലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാ മതി. ഓ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ വന്നു. അച്ഛൻ അറിഞ്ഞൂടെ, ഇത് ഡബിൾ റോളാ. ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്താ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ദൈവം നമ്പുരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ലേ സാറേ? പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവനൊക്കെ എന്നാ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? അല്ലേ? അച്ചോ, കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛന് പറഞ്ഞോണ്ടല്ലോ അടിച്ചു ചെയ്തോട്ടാ പട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞു പോയേ? അടുക്കളയിൽ ഗ്യാസ് വല്ലതും ലീക്ക്? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാവാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്ന് എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാന്ന്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടറാ. എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയിൽ കമത്തിയെന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തതിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ. പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുമപ്പാവും. പുറകെ പ്രാണിമഴയും. നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ.
സോറി, എക്സ്ക്യൂസ് മീ, ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? താങ്ക് യു. അതെ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഹിസ്റ്ററി ഓ ഡിപ്പാർട്ട്മെന്റ്. സോറി സോറി സോറി, എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? റൈറ്റിലോട്ടാണ്. റൈറ്റിലേക്ക്. ആ, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. പോയിട്ട് വാ. അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ആ, ചെല്ലേ. പിന്നെ അന്നത്തെ പോലെ ആക്രാന്തമൊന്നും കാണിക്കരുത് കേട്ടല്ലോ. ഇല്ല. പോക്കോ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറിനെ ഇന്ന് കണ്ടില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ആ, ആളിന്ന് ലീവാ. താങ്ക് യു. എന്തെങ്കിലും മെസ്സേജ്? ഇല്ല, നോ, ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇതിലെ പോയാ മതി. ഈ വഴി. താങ്ക് യു. സിന്ദൂരാരണ വിഗ്രഹം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാംസ്കൃതമുഹീമാപീനക്ഷോരുഹ പാണിഭ്യാമളിപൂർണ്ണയത്നേഷകം വിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്ഷരണം സിംഹാരൂഢാം ത്രിനേത്രാം കരതലവിലസൽ ശങ്കചക്രാശ്രമ്യം ഭക്താവിഷ്ടപ്രദാത്രീം ത്രിപുപധനകരീം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശികുതമകടാം ശ്യാമളാംഗീം കൃപാദ്രാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദ്ദുന്മൂലനായ ധ്യായേ തദ്മാസനസ്താം വികസിത. ഈശ്വര, നീ എന്നെ രക്ഷിച്ചു. പത്മാസനസാം വികസിത വദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം കൃഷ്ണവസ്ത്രാം കരകലിതല. നിന്നെ എന്താ ഇത്? വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം നീണ്ടു. ഇംഗ്ലീഷ് മലയാളം നീ കണ്ടു. കോളേജിൽ പിള്ളേരോട് കാണിച്ച തോന്നിവാസം ഭഗവാനോട് കാണിച്ച അങ്ങേരെ അതിന്റെ ഇരട്ടി തരും. ടീച്ചറിന്റെ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി അച്ഛൻ ആ നേരത്തെ കോളേജിൽ പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അച്ഛൻ എന്തിനാ കോളേജിൽ പോയത്? മോനെ, ഉള്ള സത്യം പറയാലോ, ആ പ്രിൻസിപ്പലിനെ കണ്ട് +2 അഡ്മിഷന്റെ കാര്യം. +2 കോളേജില? അല്ലല്ല, ഇത് BSc. അച്ഛൻ എന്താ കോളേജ് പഠിക്കാൻ പോവാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാ. ഏത് ഫ്രണ്ട്? നീ അറിയത്തില്ല? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് അച്ഛനുള്ളത്? അല്ല, ഇതെങ്ങും സിംഗപ്പൂരിലുള്ള. സിംഗപ്പൂരും? ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണ് ഈ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുണ്ട് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വല്ല വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി മുറിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം. ഏത് നേരത്തെ ഈശ്വര ഇങ്ങേരെ എന്റെ തന്ത ഏത്? ഓ, ഹലോ ഹലോ. ഹലോ ഹലോ. ഹലോ.
എത്ര വിളിച്ചാലും കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ആരെ അച്ഛൻ വിളിച്ചത്? ഞാൻ നമ്മുടെ ഓഡിറ്ററെ ഒന്ന് വിളിച്ചതാ. അയാളല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാലത്തെ പറഞ്ഞ പോലെ അക്കാര്യം മറന്നു. പ്രായമായാൽ ഓർമ്മക്കുറവുണ്ടാവും. എന്താ അല്ല, പരസ്യം. ജ്യോതിഷ് ബ്രഹ്മി നെല്ലിക്കാത്തളം കുറച്ച് നോക്കണോ? ഹലോ ഹലോ, ആരാത്? എന്താ വേണ്ടേ? ഹലോ, ഇത് ഏത് നമ്പറാണ്? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടേ? അല്ല, അഞ്ജനയാണോ? അതെ, പവിയാ? അല്ല, അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരുന്നോ? കുറച്ചു നേരം മുമ്പ്. കുറെ പ്രാവശ്യം റിങ് ചെയ്തു. ഹലോ പറഞ്ഞപ്പോ റിപ്ലൈ ഇല്ല. ആരാന്നറിയില്ല. എന്താ പവി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കേ, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ ബൈ. ബാബാ ഇരുന്നു. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ദാ ചെവിയും കേക്കണ്ടായ? അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ഞാൻ എന്തിനാ അഞ്ജനെ വിളിക്കുന്നേ? കള്ളത്തരം പറയരുത്. അച്ഛൻ ഫോൺ വെച്ച ഉടനെ ഞാൻ റീഡ് ചെയ്ത് നോക്കി. ഫോണിൽ ആ സൂത്രം വെച്ചിരിക്കുന്ന പിള്ളേർക്ക് കളിക്കാനൊന്നുമല്ല. വിളിച്ചാ വിളിച്ചോന്ന് സമ്മതിച്ചാ എന്താ കുഴപ്പം? ശരിയാ, വിളിച്ചു. എന്തിന്? ചമ്മന്തി വിളിക്കാം. ചമ്മന്തി ആവാണ്ട് നോക്കിയാ മതി. എന്തിനാ വിളിച്ചേ? അല്ല, ഈ അവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം. അച്ഛൻ എന്ത് ഗാനമേളയ്ക്ക് പോണ്ടോ? അല്ലല്ല, നമ്മുടെ ഈ മായക്കുട്ടി ഒന്ന് അയക്കാന്ന് വിചാരിച്ചു. മായക്കുട്ടിയാ? അവളൊരു മൂളിപ്പാട്ടെങ്കിലും പാടുന്ന അച്ഛൻ ഇതുവരെ കേട്ടോ? ഒന്നുമില്ല, എന്നാലും നിന്റെ ചേട്ടന് ഭയങ്കര നിർബന്ധം അവളെ പാട്ട് പഠിപ്പിക്കണമെന്ന്. എവിടെങ്കിലും കൊള്ളാവുന്ന ടീച്ചർമാരുടെ പറയണമെന്ന് എന്നോട് പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും ഈ നിലയിലെത്തിയത് മനസ്സിലായ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യവുമില്ലാതെ ചൂടാകുന്ന എന്തിനായിരിക്കും? ഒന്നെങ്കിൽ അയാൾക്ക് വട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടാവും. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായിരിക്കും ഈ ചൂടാവൽ. കറക്റ്റ്. എന്തായാലും അച്ഛന് വട്ടാണെന്ന് പവി പറയില്ലല്ലോ. വട്ട് ഇല്ല. അപ്പോ അച്ഛൻ എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അതെന്താണെന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അച്ഛൻ പവിയെ ഒളിച്ച് കോളേജിലും എന്നെ ഒളിച്ചെന്റെ വീടിന്റെ മുൻപിലും കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരെ കാണാനാകും? അതിപ്പോ അതെ, ആരെ കാണാനാവും? ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരാ ഉള്ളതെന്ന് ആലോചിച്ചു നോക്ക്. ആരാ? എന്റെ ടീച്ചർ. അല്ലാതാരാ? ഞെട്ടണ്ട. കല്യാണ വീട്ടിൽ വെച്ച അച്ഛന്റെ മാറ്റങ്ങൾക്ക് തുടക്കമെന്നല്ലേ പവി പറഞ്ഞത്? അതെ. അന്ന് കല്യാണ വീട്ടിലും ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? അന്ന് അവരെ പരിചയപ്പെടുത്തിയത് ഞാനാ. അപ്പോഴച്ഛന്റെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛനെന്തിനാ പരിഭ്രമിക്കുന്നത്? പവി, സാധാരണ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോൾ ആരും നെർവസ് ആകാറില്ല. പക്ഷേ അവർക്കിടയിൽ പ്രേമമുണ്ടെങ്കിൽ അവർ പരിഭ്രമിക്കും. എന്നുവെച്ചാ എന്റെ അച്ഛൻ ടീച്ചറെ ലൈൻ അടിക്കാന്നാ? എന്ന് ഞാൻ പവിയുടെ മുഖത്ത് നോക്കി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അതിനുശേഷമാണ് പവിയുടെ അച്ഛൻ പഴയ പ്രണയഗാനങ്ങൾ കുത്തിയിരുന്ന് കേൾക്കാൻ തുടങ്ങിയത്, പവിയുടെ ജീൻസ് ഷർട്ടും ഒക്കെ ചാർത്താൻ തുടങ്ങിയത്, ഡൈ ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും അച്ഛന് ടീച്ചറോടെന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതിനപ്പുറം തെളിവുകളൊന്നും നമ്മുടെ ഇല്ല പവി. തെളിവില്ലെങ്കിൽ നമ്മൾ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കണം. എന്നിട്ട് വേണം അതും പറഞ്ഞ് ആ കള്ള കാമോനെ മുമ്പിൽ നിർത്തിയിട്ടൊന്ന് പൊരിക്കാൻ. അതിനെന്താണ് ഒരു വഴി? ഒരു വഴിയുണ്ട്.